നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 4 ആണ് നമ്മൾ നോക്കുന്നത്. ദി ഹീലിംഗ് ടച്ച്. എന്താ മക്കളെ ഹീലിംഗ് ടച്ച് എന്ന് പറഞ്ഞാൽ? നമുക്ക് ഭയങ്കരമായ മുറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ? ഫിസിക്കൽ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന മുറിവുകൾ മാത്രമാണോ മക്കളെ? മനസ്സിൽ ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ ആ സമയത്ത് നിങ്ങളെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ ഒരാൾ വരും അല്ലേ? അങ്ങനെ ഒരു തലോടൽ, അത് നമ്മുടെ മനസ്സിലേൽക്കുന്ന ആ ഒരു തലോടലിനെയാണ് ഇവിടെ ഹീലിംഗ് ടച്ച് എന്ന് പറയുന്നത്. അപ്പം മക്കളെ നമുക്ക് നേരെ യൂണിറ്റിലേക്ക് കിടക്കാം. അപ്പം നോക്കൂ മക്കളെ, നോക്കൂ, നിങ്ങളുടെ പേജ് നമ്പർ 95 ഒരു പിക്ചർ വന്നിട്ടുണ്ട്. മഴ, കുട പിടിച്ചൊരു കുട്ടി, ആ കുട്ടി ഒരു അപ്പൂപ്പൻ്റെ കൈ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നോക്കൂ വാക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ്? പ്രായമായ ആൾ വടി കുത്തി നടക്കില്ലേ, അങ്ങനത്തെ വടിയാണേ. ആ വടിയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നു. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷൽ നോട്ട് ലീവ് ഇൻ വെയിൻ. എമിലി ഡിക്കിൻസൺ, അമേരിക്കക്കാരിയായ എഴുത്തുകാരിയാണ് എമിലി ഡിക്കിൻസൺ. അപ്പോൾ എമിലി ഡിക്കിൻസൺ എന്താ പറഞ്ഞത്? എനിക്ക് ഇപ്പം നമ്മുടെ ഹൃദയമൊക്കെ ഇങ്ങനെ ബ്രേക്കായി പോതില്ലേ, സങ്കടം സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ എന്തോ ഭയങ്കരമായ പ്രശ്നത്തിൽ നമ്മുടെ ഹൃദയം നോന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്, ഹൃദയം പൊട്ടിത്തകരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൃദയത്തെ ഇങ്ങനെ പൊട്ടിത്തകരുന്നതിൽ നിന്ന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചാൽ, അതായത് ആരുടെയോ ഹൃദയം തകർക്കുന്ന എന്തോ ഒരു സംഭവത്തിൽ നിന്നും ഒരാളെങ്കിലും രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിച്ചാൽ ഐ ഷൽ നോട്ട് ലീവ് ഇൻ വെയിൻ. എൻ്റെ ജീവിതം വെറുതെ അല്ല, ഞാനിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, നമ്മളെ മാത്രം കാര്യമൊക്കെ നോക്കി ഇങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളുണ്ട്, അവരുടെ വിഷമങ്ങളുണ്ട്. ഇതൊന്നും എനിക്ക് കാണണ്ട, ഇതൊന്നും എന്നെ ബാധകമല്ല എന്ന് പറഞ്ഞ് ജീവിക്കാതെ ആരെങ്കിലും ഒരാളെ അയാളുടെ പ്രശ്നത്തിൽ എനിക്ക് സഹായിക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാകും. നിങ്ങളിപ്പോൾ കുഞ്ഞു മക്കളാണ്, നിങ്ങൾക്ക് തന്നെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇല്ലയോ? ചെറിയ കാര്യങ്ങൾ മതി എൻ്റെ മക്കൾക്ക് പ്രശ്നം വരാനായിട്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളങ്ങ് സമാധാനിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ആശ്വാസം കിട്ടുക? അതുപോലെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നോക്കൂ, പേജ് 96 നോക്കൂ മക്കളെ. 2 പേര് നടന്നു വരുന്നു. ആണോ? ശരിക്കും 2 പേര് നടന്നു വരുവാ, പക്ഷെ എവിടുന്നാ വരുന്നേ? എന്തോ ഒരു മത്സരം കണ്ടോ? അവരുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം അല്ലേ? ഏതോ ഒരു വലിയ മത്സരം കഴിഞ്ഞ് മത്സരത്തിൻ്റെ ഇടയ്ക്ക് കാണുന്നൊരു പിക്ചറാണ്. കണ്ടോ? കാണികളൊക്കെ ഇരിപ്പുണ്ട്. ഇവരിതാ ട്രാക്കിലൂടെയാണ് വരുന്നത്. എന്താണ്? ഓട്ട മത്സരമാണെന്ന് തോന്നും. അതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അതിലൂടെ കണ്ടുപിടിക്കാം ഇതാരാണെന്ന്. ഹിയർ ഇസ് എൻ ഇവൻറ്റ് ഇൻ എ റണ്ണിങ് റേസ്. ഒരു റണ്ണിങ് റേസ്, ഓട്ട മത്സരമാണ് ഇവിടെ നടന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? നിങ്ങൾക്ക് ഈ അത്ലറ്റ്സിനെ അറിയാമോ? അപ്പോൾ ഇതിൽ 2019 മത്സരമാണ്. അതിൽ ഓട്ട മത്സരമായിരുന്നു. അതിൽ 2 അത്ലറ്റ്സ് പേര് ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കോ. ജൊനാഥൻ ബസ്ബേയും അതുപോലെ ബ്രൈമ ശങ്കർ ദാബോ, ഇവർ 2 പേരുമാണ് കളിക്കാർ. അപ്പോൾ ഇവരെ പേര് പറയാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും നോക്കിക്കോ. അപ്പോൾ ഇവർ 2 പേരും എന്താണ് ഈ റേസിൽ, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന 2 പേരാണ്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ബസ്ബേക്ക് എന്ത് പറ്റി? ഫിനിഷിംഗ് ലൈനിലോട്ട് ഓടി നമ്മൾ തീർക്കണമല്ലോ, ലൈൻ എത്താൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ശ്വാസതടസ്സവും ക്ഷീണവും ഒക്കെ വന്ന് ഇദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാത്ത രീതിയായി. അപ്പോൾ നമ്മുടെ ദാബോ എന്ത് ചെയ്തു? അദ്ദേഹം ഈ ബസ്ബേയെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം വന്ന് ഈ ബസ്ബേയുടെ തോളിലോട്ട് അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് പിടിച്ചു. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. കണ്ടോ? അദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് ദാബോയുടെ തോളിലോട്ട് വെച്ചിട്ട് കണ്ടോ? 2 പേരും കൂടി നടന്ന് എന്ത് ചെയ്തു? ഫിനിഷിംഗ് ലൈനിലെത്തി. ഫിനിഷിംഗ് ലൈനിൽ എത്തണ്ടേ? അതല്ലേ ഒരു അത്ലറ്റിൻ്റെ ഏറ്റവും പ്രധാന കാര്യം. നമ്മൾ ഓടി പകുതി വെച്ച് നിർത്തുന്നത് ഒരാൾക്ക് സഹിക്കില്ല. ലാസ്റ്റ് ആയാലും നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു? 2 പേരും ഒത്തങ്ങ് ഫിനിഷ് ചെയ്തു. ഇതാണ് സംഭവം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്സ്? അപ്പോൾ ഞാൻ പേര് ഓൾറെഡി പറഞ്ഞു മക്കളെ. ആരൊക്കെയാണ് അത്ലറ്റ്സ്? ജൊനാഥൻ ബസ്ബേയും ബ്രൈമ ശങ്കർ ദാബോ. വെയർ ഡിഡ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? ഇത് എവിടെ നടന്നതാണ്? ദ ഇവൻറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദോഹ, ഖത്തർ. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? എന്ന് സംഭവിച്ചു? ദിസ് മൊമെൻറ്റ് ഒക്കേർഡ് ഇൻ സെപ്റ്റംബർ 2019 അറ്റ് ദ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്. ഇത്രയുമാണ് ഉള്ളത്.
അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടല്ലേ. ദ അത്ലറ്റ്സ് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? അത്ലറ്റ്സ് ഓടുകയല്ല, പിന്നെ എന്താ ചെയ്യുന്നത്? ദാബോ ഹെൽപ്ഡ് ബസ്ബൈ ഹൂ വാസ് എക്സോസ്റ്റഡ്. എന്താണ്? ബസ്ബൈ ഭയങ്കര ക്ഷീണിതനായിരുന്നു, എക്സോസ്റ്റഡ് ആയിരുന്നു. ആൻഡ് സ്ട്രഗ്ലിംഗ് ടു ഫിനിഷ് ദ റേസ്. എന്നാലും റേസ് ഫിനിഷ് ചെയ്യണ്ടേ, അതിനുവേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. ബൈ സപ്പോർട്ടിങ് ഹിം ആൻഡ് ഹെൽപ്പിംഗ് ഹിം ക്രോസ് ദ ഫിനിഷ് ലൈൻ. എന്നിട്ട് എന്ത് ചെയ്തു ദാബോ? സ്വന്തമായിട്ടും ഫിനിഷ് ചെയ്തു, മറ്റേയാളെ സപ്പോർട്ടും ചെയ്തുകൊണ്ട്, ബസ്ബൈയെ സപ്പോർട്ടും ചെയ്തുകൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. അതാണ് നമുക്കിവിടെ പറയേണ്ടത് കേട്ടോ. ഇനി നമുക്ക് പേജ് നമ്പർ 97. മൈക്കൽ ജോർദൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ് പ്ലേയേഴ്സ്. Let us read the story of young Michael Jordan as he faces challenges in the basketball court and learns lessons about patience and hard work. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ വരുന്ന സോൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന ഒരു വർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പഠിക്കാനുള്ള പ്രധാന കഥാപാത്രത്തിൻ്റെ പേരാണ് മക്കളെ മൈക്കൽ എന്നുള്ളത്. ശരിക്കും ഫുൾ നെയിം താണ്ടുണ്ട്, മൈക്കൽ ജോർദൻ. അദ്ദേഹം ആരായിരുന്നു? ഫേമസ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യങ് ആയിരുന്ന ചെറുപ്പകാലത്തെ ആ ഒരു പ്രായത്തിൽ അദ്ദേഹം ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ കളിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതാണ് ആൻഡ് ലേൺസ് ലെസൺസ് അബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. ക്ഷമയെപ്പറ്റി, അധ്വാനത്തെപ്പറ്റി, കഠിനാധ്വാനത്തെപ്പറ്റിയൊക്കെ ഇദ്ദേഹം അവിടെ വെച്ചാണ് പഠിക്കുന്നത്. അതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. ഷൂവിനകത്ത് എന്ത്? സോൾട്ട്, ഉപ്പ്. എന്താന്ന് അങ്ങോട്ട് നമുക്ക് നോക്കാം. പിക്ചർ കണ്ടോ? ഇതാ നോക്കൂ, ബാസ്കറ്റ് ബോൾ അറിയാമല്ലോ. ബാസ്കറ്റ് ബോൾ കളിയാണ്, നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നെറ്റിനകത്തോട്ട് ഇടുന്ന കളിയാണ് ബാസ്കറ്റ് ബോൾ. രണ്ട് സൈഡിലും എന്തുണ്ടാകും? നെറ്റ് ഉണ്ടാകും. കളിക്കാർ കൊണ്ടുവന്ന് അതിനകത്ത് ഇടുക, അതാണ്. അപ്പോൾ ഇവിടെ മൈക്കൽ ലവ് ടു പ്ലേ ബാസ്കറ്റ് ബോൾ. മൈക്കലിന് എന്ത് കളിക്കാൻ ഇഷ്ടമായിരുന്നു മക്കളെ? ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇഷ്ടമായിരുന്നു. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദി പാർക്ക് ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. എല്ലാ സാറ്റർഡേയും ഈ നമ്മുടെ മൈക്കൽ ലാരി എന്നും റോണി എന്നും പേരുള്ള അദ്ദേഹത്തിൻ്റെ 2 ചേട്ടന്മാർ അവരുടെ കൂടെ എങ്ങോട്ടേക്ക് പോകും? പാർക്കിലേക്ക് പോകും. എന്തിനാ? ഒരു പ്രതീക്ഷയുണ്ടല്ലേ, ഇന്ന് കളിക്കാൻ സമ്മതിക്കും അവർ എന്നുള്ള പ്രതീക്ഷയിൽ പോകും. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് മാർക്ക്. അതാരായിരുന്നു? മാർക്ക് എന്ന് പറഞ്ഞ ആളായിരുന്നു, കുട്ടിയായിരുന്നു. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. ശരിക്കും നമുക്കിതിന് ഇത്തിരി നീളമുള്ളവർക്കാണ് നന്നായിട്ട് കളിക്കാൻ പറ്റുക. ഇവിടെ ആരാണ്? ഈ മാർക്ക് എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഉയരമുള്ള കുട്ടിയായിരുന്നു ആ കോർട്ടിൽ. കോർട്ടെന്ന് വെച്ചാൽ കളിസ്ഥലം കേട്ടോ. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടൂ ഷോർട്ട്. എന്ത് പറ്റി? നിനക്ക് ഒട്ടും നീളമില്ലല്ലോ. മാർക്ക് ഫ്ലാപ്പ് ഹിസ് ആംസ് അറ്റ് മൈക്കൽസ് ഫേസ്. കൈ വെച്ച് ഇങ്ങനെ മുഖത്തടിച്ച്, നിനക്ക് എന്താണ് ഒട്ടും നീളമില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്തു? ഫ്ലാപ്പ് ചെയ്തു, ഇങ്ങനെ അടിച്ചു. അത്രേ ഉള്ളൂ, ചെറിയ തട്ട് കൊടുക്കില്ല, അത്രേ ഉള്ളൂ. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. അപ്പോൾ അതാണ്ട് അവിടെ കളി നടക്കുവാണ്. ഇങ്ങോട്ടെറി എന്ന് ആര് പറയുന്നു? ലാരി പറയുന്നത്. ആരാ? നമ്മുടെ മൈക്കലിൻ്റെ ഒരു ബ്രദറാണ് ലാരിയും റോണിയും. 2 ബ്രദേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ബട്ട് വെൻ മൈക്കൽ ത്രൂ ദ ബോൾ മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നോവെയർ ആൻഡ് നോക്ക് ദ ബോൾ അവേ. അപ്പോൾ നമ്മൾ ഫുട്ബോളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ എന്ത് ചെയ്യും? കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന പറഞ്ഞ് വിളിക്കുമ്പോൾ പാസ് ചെയ്ത് കൊടുക്കും. അയാൾ അടുത്ത ആൾക്ക് പാസ് ചെയ്യും. ചിലപ്പോൾ അയാൾ നേരിട്ട് ഫുട്ബോളിലാണെങ്കിൽ ഗോൾ അടിക്കും, ബാസ്കറ്റ് ബോളിലാണെങ്കിൽ എന്ത് ചെയ്യും? എടുത്ത് എറിയും. അപ്പോൾ ആർക്കാണോ അതിന് പറ്റുന്നത് അവരുടെ അടുത്തോട്ട് ആ നെറ്റിന് അടുത്തുള്ള ആളുടെ അടുത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കും, അല്ലേ? ഇവിടെ നമ്മുടെ ലാരി കിടന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് എറി, എൻ്റെ അടുത്തോട്ട് എറി എന്നിങ്ങനെ വിളിച്ച് പറയുന്നു. ആരോടാ? മൈക്കലിനോട്. അപ്പോൾ മൈക്കൽ എന്ത് ചെയ്തു മക്കളെ? ബാസ്കറ്റ് ബോൾ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് ആരുടെ അടുത്തേക്ക്? നമ്മുടെ ലാരിയുടെ അടുത്തേക്ക്. പക്ഷെ പറ്റിയില്ല. ആരുണ്ടായിരുന്നു അവിടെ? മാർക്കുണ്ടായിരുന്നു. മാർക്കിൻ്റെ നീളമുള്ള കൈയല്ലേ, മാർക്ക് അതങ്ങ് തട്ടിത്തെറിപ്പിച്ചങ്ങ് പോയി. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. മാർക്ക് തട്ടി എറിഞ്ഞത് എങ്ങോട്ടിട്ടു? മാർക്കിൻ്റെ ടീമിലുള്ള ഒരു പ്ലെയറിൻ്റെ അടുത്തേക്ക് ഇട്ടു. ഹി മെയ്ഡ് ദ ബാസ്കറ്റ്. അവനതെന്ത് ചെയ്തു? ബാസ്കറ്റിലേക്ക് അങ്ങ് ഇട്ടു. ആൻഡ് ദ ഗെയിം വാസ് ഓവർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് സംഭവിച്ചത്. എന്ത്? അതോടുകൂടി ഗെയിം അങ്ങ് കഴിഞ്ഞു. ടൈം കഴിഞ്ഞു കാണും, അല്ലെങ്കിൽ ഈ ഒരെണ്ണം കൂടെ മതിയായിരുന്നു. അപ്പോൾ ടൈം ഓവറായി അവർ ജയിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ മക്കളെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലം ടു യങ് മൈക്കൽ? അപ്പം മാർക്ക് യങ് മൈക്കലിൻ്റെ ഒരു പ്രോബ്ലമാണ്.
അല്ലേ? മാർക്ക് കാരണമാണ് കളിക്കാൻ പറ്റാത്തത്. എങ്ങനെയാണ്? മാർക്ക് ബിക്കെയിം എ പ്രോബ്ലം ഫോർ മൈക്കൽ ബിക്കോസ് ഹി വാസ് സോ ടോൾ. ഭയങ്കര ടോളാണ്, അതാണ് പ്രശ്നം. മാർക്ക് കുഡ് ഈസിലി ബോക്ക് മൈക്കൽസ് പാസസ് ആൻഡ് ഷോട്ട്സ്. മാർക്കിന് എന്ത് സാധിക്കും? മൈക്കൽ ഇങ്ങനെ പാസ് ചെയ്യുന്നതും ഷോട്ട് അങ്ങോട്ട് അടിക്കാൻ ഇടുന്നതും ഒക്കെ ഈസി ആയിട്ട് തടയാനായിട്ട് സാധിക്കും. ഹി ഈവൻ ടീസ്ഡ് മൈക്കൽ ഫോർ ബീയിങ് ഷോർട്ട്. അത് മാത്രമാണോ? നീളം കുറവാണെന്ന് പറഞ്ഞ് മൈക്കലിൻ്റെ കളിയുമാക്കുന്നില്ലയോ? അതും ഒരു പ്രശ്നമാണ്. ഇനി അടുത്ത പേജ് നോക്കിയേ, 98. മക്കളെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഷെയർ ചെയ്യാം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ വേ ഹോം മൈക്കൽ അപ്പോളജൈസ്ഡ്. എന്താ, പോകുന്ന വഴിക്ക് മൈക്കലിന് വീട്ടിലോട്ട് പോകുന്ന വഴിക്കൊന്നും മൈക്കലിന് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സമാധാനമില്ല, വിഷമിച്ച് പോവുകയാണ്. അതിനെ പറ്റിയിട്ട് ഇങ്ങനെ സാഡ് മൂഡിലാണ് ആര് പോകുന്നത്? മൈക്കൽ പോകുന്നത്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈ ടു ചിയർ ഹിം അപ്പ്. അപ്പോൾ എൽഡസ്റ്റ് ബ്രദർ, മൂത്ത ചേട്ടനാണ് റോണി. റോണി എന്ത് ചെയ്യാണ്? ഇങ്ങനെ അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ, ചിയർ അപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ. കണ്ടോ അനിയാ, നീ ഇത് നന്നായി കളിച്ചു. ഡോണ്ട് വറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം. നീ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമ്മൾ ജയിക്കും. വെൻ ദേ റീച്ച്ഡ് ഹോം മൈക്കൽ വെൻറ്റ് ഇൻ ടു ദ കിച്ചൺ വെയർ മാമ വാസ് കുക്കിംഗ് ഡിന്നർ. വീട്ടിലെത്തിയ ഉടനെ എങ്ങോട്ടേക്കാണ് പോയത്? കിച്ചണിലേക്ക് പോയി. എന്ത്? അമ്മ അവിടെ കുക്ക് ചെയ്യാണ്, ഡിന്നർ, അത്താഴം കുക്ക് ചെയ്യുന്നു. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോയി. മാമ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ? ഹി ആസ്ക്ഡ്. അമ്മേ, എനിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നീളം വയ്ക്കാൻ പറ്റുക എന്നവൻ ചോദിച്ചു. ഷീ സ്മൈൽഡ്. അമ്മ ചിരിച്ചു. ലുക്ക്ഡ് അറ്റ് മൈക്കൽ ആൻഡ് സെഡ് സോൾട്ട്. എന്താണ്? മൈക്കലിനെ നോക്കി ചിരിച്ചിട്ട് എന്താ പറഞ്ഞത്? ഉപ്പ്. സോൾട്ട്, ഉപ്പോ? മൈക്കൽ ലുക്ക്ഡ് അറ്റ് ഹിസ് മാമ. അമ്മയെ നോക്കി. സോൾട്ട് ഇൻ യുവർ ഷൂസ്. നിൻ്റെ ഷൂസിൽ എന്തിടുക? ഉപ്പ്. വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. നമുക്ക് നിൻ്റെ ഷൂസിനകത്ത് എന്തിടാം? ഉപ്പിടാം. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ. അത് നീ അറിയുന്നതിന് മുമ്പ് നീ നീളം വയ്ക്കും. പറയുന്നതിന് മുമ്പ് നീ നീളം വയ്ക്കും. പറയുന്നതിന് മുമ്പ്. ഷീ റിപ്ലൈഡ്. ഗ്രോ മോർ എക്സൈറ്റഡ്. ഗ്രോയിങ് മോർ എക്സൈറ്റഡ് മൈക്കൽ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ഉയ്യോ, എന്താ, അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് മൈക്കൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. മാമ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്? അമ്മ, എത്ര സമയം എടുക്കും? ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്? എനിക്ക് എത്ര നീളം കിട്ടും അമ്മ? സ്മൈലിംഗ് മമ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. ചിരിച്ചുകൊണ്ട് അമ്മ എന്ത് ചെയ്തു? അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്ന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തു? എന്ത് വിശദമായിട്ട് പറയുന്നു? ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. മോനെ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നിനക്ക് ആദ്യം എന്ത് വേണം? പേഷ്യൻസ്. എന്താ പേഷ്യൻസ്? ക്ഷമ. അപ്പം നീ എന്ത് ചെയ്യണം? വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് ഞാൻ പറയുന്നത് കേൾക്കണം. ഓക്കെ മമ്മ, ഐ വിൽ ബി പേഷ്യൻറ്റ്. എന്താണ്? ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യാം? പേഷ്യൻറ്റ്. എന്ത് പേഷ്യൻ്റാണ് ഇവിടെ അർത്ഥം? എന്താ? ക്ഷമയുള്ളത്. രോഗി എന്നുള്ള പേഷ്യൻ്റ് അല്ല, ക്ഷമ എന്നുള്ള പേഷ്യൻ്റ് കേട്ടോ. ഞാൻ ക്ഷമയോടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ നോക്കുന്നു, ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. വൈ ഡിഡ് മമ ടെൽ മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു ഹർ അഡ്വൈസ്? എങ്ങനെയാണ് മമ്മ പറഞ്ഞത് മൈക്കലിനോട് പേഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ പറയുന്നത് കേൾക്കണമെന്നൊക്കെ പറയാൻ? വൈ, എന്തായിരുന്നു കാരണം? എന്തായിരുന്നു കാരണം? മാമ ടോൾഡ് മൈക്കൽ ടു ബി പേഷ്യൻറ്റ് ബിക്കോസ്, എന്തുകൊണ്ടാണ്? ഗ്രോയിങ് ടോളർ ടേക്സ് ടൈം. നീളം വയ്ക്കാൻ സമയമെടുക്കും. ഷീ വാണ്ടഡ് ഹിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഗ്രോത്ത് നീഡ്സ് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. എന്താണ്? മോൻ മനസ്സിലാക്കണം, വളർച്ചയ്ക്ക് എന്ത് വേണം? ഹാർഡ് വർക്കും പേഷ്യൻസും വേണമെന്ന് കുട്ടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഇനി പേജ് നമ്പർ 98 ബാലൻസ് നോക്കൂ. ഡ്യൂറിങ് ഡിന്നർ മമ നോട്ടീസ് ദാറ്റ് മൈക്കൽ വാസ് barely ഈറ്റിംഗ് എനിത്തിങ്. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീയിങ് ടോളർ. അപ്പോൾ അവർ ഫുഡ് കഴിക്കുന്ന സമയം അമ്മ മനസ്സിലാക്കി ഈ കുട്ടി ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ എന്തിനെ പറ്റിയോ ഡ്രീം ചെയ്യണോ, കണ്ണ് തുറന്ന്, നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ഡ്രീമിങ് അല്ല, ഉറക്കമുണർന്നിങ്ങനെ പകൽ ഉണർന്നിരുന്ന് ചിന്തിക്കില്ലേ, സ്വപ്നം കാണില്ലേ, അങ്ങനെ കാണുന്നതിനാണ് ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത്. മൈക്കൽ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മാമ സെഡ്. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫുഡ് കഴിക്കുക. നീ നന്നായിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യില്ല? വളരില്ല.
ബട്ട് ഐ ആം നോട്ട് ഹംഗ്രി ഹീ സെഡ്. പക്ഷേ എനിക്ക് വിശപ്പില്ല എന്ന് കുട്ടി പറയും. റൈസിങ് ഹർ ഐബ്രോസ് മാമ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. ഇങ്ങനെ അമ്മ ഇങ്ങനെ നോക്കത്തില്ലേ, നിങ്ങളെയൊക്കെ നോക്കത്തില്ലേ, എന്താണ് കുർത്തക്കേട് കാണിക്കുമ്പോഴും വിശപ്പില്ല കഴിക്കേണ്ട മതി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കില്ലേ, അങ്ങനെ നോക്കി സീരിയസ് ആയിട്ട് ലുക്ക് ചെയ്തു അമ്മ. സ്ലോലി മൈക്കൽ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്തു, ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. എന്തായാലും ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഇനി അമ്മ ഇങ്ങനെ നോക്കുന്നതിന് പകരം ചൂടാവും, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചേക്കാം. അപ്പോഴും പെട്ടെന്ന് എവിടുന്ന് ഒരു വിശപ്പ് വന്നിട്ട് അങ്ങ് കഴിക്കുക. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ. എന്താണ്, പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു, പ്ലേറ്റ് അങ്ങ് ക്ലീനായി. വിശപ്പില്ലെന്ന് പറഞ്ഞ കള്ളനാ, എന്നിട്ട് കുറച്ചും കൂടെ തരുമോ എന്ന് ചോദിച്ചു. That evening at bedtime, Michael set his favorite game shoes on the floor next to the growth chart hanging on the wall. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഭിത്തിയിൽ എന്തുണ്ടായിരുന്നു, ഗ്രോത്ത് ചാർട്ട്. നമുക്കറിയാമല്ലോ, നമ്മൾ ഹോസ്പിറ്റൽസിലും അതുപോലെ അംഗനവാടികളിലും ഒക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ നീളമൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് ഭിത്തിയിൽ തന്നെ കാണും ചാർട്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് എന്തിനെ കൊണ്ടുവച്ചു, അവൻ്റെ ഗെയിം ഷൂവിനെ കൊണ്ടുപോയി അവിടെ വെച്ചു. ദെൻ ഹി പുട്ട് ഓൺ ഹിസ് പൈജാമാസ്. പുട്ട് ഓൺ മീൻസ് ടു വെയർ, ധരിച്ചു. പൈജാമയൊക്കെ എടുത്തിട്ട്, അറിയാലോ കിടക്കുന്ന ഡ്രസ്സാണ് പൈജാമ. സെഡ് ഹിസ് പ്രേയേഴ്സ് ആൻഡ് ജംപ്ഡ് ഇൻ ടു ബെഡ്. നല്ല കുട്ടി, കിടക്കാൻ നേരം വേഷമൊക്കെ മാറ്റി പ്രാർത്ഥിച്ച് എന്നിട്ടാണ് ബെഡിൽ പോയി കിടന്നത്. വെൻ മാമ കെയിം ഇൻ മൈക്കൽ വാസ് ഫാസ്റ്റ് അസ്ലീപ്. അമ്മ വന്നപ്പോൾ തന്നെ കുട്ടി ഉറങ്ങിപ്പോയി. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ ഹിസ് ഷൂസ്. അവൻ്റെ അടുത്ത് ബെഡിൽ വന്ന് നിന്നുകൊണ്ട് അമ്മ എന്ത് ചെയ്തു, അവൻ്റെ ഷൂസിനകത്തേക്ക് എന്തിട്ടു, ഉപ്പ് ഇട്ടു. കണ്ടോ അമ്മ ഉപ്പിടുന്നുണ്ടോ, പിക്ചർ കണ്ടോ. ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വൈ ഡിഡ് മാമ ഗിവ് മൈക്കൽ എ സ്റ്റേൺ ലുക്ക്. അമ്മ എന്തിനാ അങ്ങനെ നോക്കിയത്, സീരിയസ് ആയിട്ട് എന്തിനാ അമ്മ നോക്കിയത്. മാമ ഗേവ് മൈക്കൽ എ സ്റ്റേൺ ലുക്ക് ബിക്കോസ് ഹി വാസ് നോട്ട് ഈറ്റിംഗ്. അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അമ്മ നോക്കി. ഷീ ന്യൂ ഹി നീഡഡ് ടു ഈറ്റ് ടു ഗ്രോ. അമ്മയ്ക്കറിയായിരുന്നു ഫുഡ് കഴിച്ചാലേ വലുതാകൂ, അതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. വൈ. മൈക്കിളിൻ്റെ ഷൂസിനകത്ത് അമ്മ എന്ത് ചെയ്തു, സോൾട്ട് ഇട്ടു. എന്തിനായിരുന്നു ഇട്ടത്, മാമ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ് ആസ് എ പ്ലേഫുൾ വേ ടു എൻകറേജ് ഹിം. ശരിക്കും ഉപ്പിട്ടാങ്ങ് വളരുമോ മക്കളെ, ഇല്ല. ഉപ്പിടുന്നത് മോനെ ഒന്ന് പറ്റിച്ചതാ. ഉപ്പിട്ട് എല്ലാ ദിവസവും ഉപ്പിട്ട് ക്ഷമിച്ചിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വളരും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയും ദിവസം അവ ക്ഷമയോടെ ഇരിക്കില്ലേ, ഉപ്പ് വർക്ക് ചെയ്യുന്നിടം വരെ ക്ഷമിച്ചിരിക്കില്ലേ. അത്രയും ദിവസം അമ്മ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് പറഞ്ഞില്ലേ അമ്മ. അപ്പോൾ അത്രയും ദിവസം അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുകയും പ്രോപ്പർ ടൈമിൽ ഉറക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ അമ്മയ്ക്ക് സാധിക്കും. അത്രയും സമയം കൊണ്ട് എന്ത് സംഭവിക്കും, പ്രോപ്പറായിട്ട് ഇതൊക്കെ ചെയ്താൽ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും, വലുതായിക്കോളും. അല്ലാതെ ഉപ്പിൻ്റെ മികവ് കൊണ്ടാണോ വലുതായത്. പക്ഷെ കുട്ടി എന്ത് വിചാരിക്കും, ഉപ്പിട്ടത് കൊണ്ടാണ് വലുതായതെന്ന് വിചാരിക്കും. അപ്പോൾ ആ ഉപ്പിനെ വിശ്വസിച്ച് കുട്ടി അങ്ങ് ജീവിക്കും. അതാണ്. ഇറ്റ് വാസ് എ ഫൺ വേ ടു ഗിവ് ഹിം ഹോപ്പ്. അവന് പ്രതീക്ഷ നൽകുന്നതിൻ്റെ ഒരു തമാശയുള്ളൊരു രീതി. അത്രയുമാണ് അവിടെ അതുള്ളത്. അപ്പം മക്കളെ, നമുക്ക് ഇത്രയും ഇവിടെ വെച്ച് നിർത്താം, ഇല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്ത് ആവും. അതായത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പാർട്ട് 2 കൂടെ ഷൂട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ 2 വീഡിയോ ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര വലുതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ഭാഗം നമുക്ക് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് ബാലൻസ് വെയിറ്റ് ചെയ്യുക, ഇതുവരെ ഉള്ളത് വായിക്കുക, അതിനുശേഷം ബാലൻസ് കൂടി ഒന്ന് വായിച്ച് നോക്കുക. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അർത്ഥം മനസ്സിലാവുന്നെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒന്ന് വായിക്കുക കേട്ടോ. ഒരു ഡിക്ഷണറിയുടെയൊക്കെ സഹായത്തോടു കൂടി ഒന്ന് വായിക്കുക, കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ചോദ്യോത്തരങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക. തൊട്ട് പിറവിനടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ മിടുക്കരായിട്ടിരിക്കുക.